എന്താ പറയണ്ടേ, ഒരുപാട് കാലം മുന്നേ ആൾക്കാർ ചോദിക്കുന്ന സംഭവമാണ്, വരുമാനം കിട്ടിയില്ലേ, നല്ല വ്യൂസ് ഉണ്ടല്ലോ. അതെ, എല്ലാവർക്കും യൂട്യൂബ് ഉണ്ടാവുമല്ലോ നമ്മളെ മെയിൽ ഐഡിയിൽ. അപ്പൊ അങ്ങനെ നമ്മൾ വെറുതെ അറിയില്ലായിരുന്നു. പിന്നെ സ്റ്റുഡിയോ ആക്കിയ ശേഷമാണ് ഏട്ടനോട് ആരോ നോക്കിയിട്ട് പറഞ്ഞു, അപ്പൊ യൂട്യൂബ് എങ്ങനെയാന്ന് അക്കൗണ്ട് തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യും. അല്ലെങ്കിൽ ചില ആൾക്കാരുടെയൊക്കെ ധാരണ ഒരു മില്യൺ വ്യൂസ് ഒക്കെ ഏതെങ്കിലും ഒരു വീഡിയോന് കിട്ടിക്കഴിഞ്ഞിട്ട് വ്യൂസ് ഉണ്ടെങ്കിലും അത്രയും ആ കാലാവധി കഴിയുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഹലോ, ഹായ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മള് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഈ സമയം വരെ ഏകദേശം 1.5 വർഷമായി അല്ലേ, 1.5 കൊല്ലായി. അപ്പൊ ഈ സമയം വരെ നമ്മൾ ഇതുപോലത്തെ ഒരു വീഡിയോ യൂട്യൂബിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ ഇത് ആദ്യമായിട്ടാണ് നമ്മളൊരു ചാനലിനെ പറ്റിയിട്ട് ഉള്ള വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമ്മളെ ചാനൽ എങ്ങനെ ഇവിടെ ഒരു എത്തിയ നിങ്ങളെ ഈ ഒരു 1.5 വർഷത്തെ ജേർണി എങ്ങനെയാന്ന് അല്ലേ, അതിനെ കുറിച്ച് പറയാന്ന് പറഞ്ഞിട്ടാണ് ഇന്നത്തെ വീഡിയോ. നമ്മളിത് ചാനലായിട്ട് തുടങ്ങിയതല്ല കേട്ടാ, ചെറിയൊരു വീഡിയോ ഇട്ട് അപ്പൊ വേറെ പേരിലാണ് വീഡിയോ ഇട്ട്. അപ്പൊ നമ്മളത് ചാനലിന്റെ പേരെല്ലാം മാറ്റി കുറച്ച് വീഡിയോ കുറച്ച് എല്ലാവർക്കും യൂട്യൂബ് ഉണ്ടാവുമല്ലോ നമ്മളെ മെയിൽ ഐഡിയിൽ. അപ്പൊ അങ്ങനെ നമ്മൾ വെറുതെ ഒരു വീഡിയോ എടുത്തിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒന്നുമല്ല, വെറുതെ. അപ്പൊ ധ്വനി പറഞ്ഞ് യൂട്യൂബിലിട ചാച്ച അങ്ങനെ യൂട്യൂബിലിട്ട്. അപ്പൊ പിന്നെ അതിന് അത്യാവശ്യം കുറച്ച് വ്യൂസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ വീണ്ടും പിന്നെ അവള് നമ്മളെ ഇങ്ങനെ പറയാൻ തുടങ്ങി, വീഡിയോ എടുക്ക അങ്ങനെ നമ്മൾ ഇട്ടു. പിന്നെ ഇട്ടിട്ടാകുമ്പോഴേക്കും നമുക്കും പിന്നെ ഒരു ആവേശമാണ്, ഇടയ്ക്കിടയ്ക്ക് തോണ്ടി നോക്കും എത്ര വ്യൂസ് ആയി, എത്ര ലൈക്ക് ഉണ്ട്, കമന്റ് ഉണ്ടോ അല്ലേ. അങ്ങനെ പിന്നെ വീഡിയോ എടുത്ത് പിന്നെ നമ്മളെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി അല്ലേ. ഓഫ് മോണിറ്റൈസേഷൻ ആയതിനു ശേഷം നമുക്കൊരു സ്ട്രൈക്കും കിട്ടി. നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. കണ്ടന്റ് വീഡിയോ വേറെ വീഡിയോന്റെ കണ്ടന്റ് ഭാഗം അതൊന്നും നമുക്കറിയില്ല. എന്നുവെച്ചാൽ നമ്മള് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിലാണ് നമുക്ക് ഓഫ് മോണിറ്റൈസേഷൻ ആയത്. അപ്പൊ അതിനുശേഷം നമുക്ക് യൂട്യൂബിനെ കുറിച്ച് ഒരു ധാരണ ഇല്ലാണ്ടാണ് നമ്മൾ വീഡിയോസ് ഇട്ടത് തന്നെ. അപ്പൊ ആദ്യം നമുക്ക് ഏതൊക്കെ പാട്ടായാലും ഷോർട്സിനൊക്കെ ഇടാന്നുള്ള ധാരണയൊന്നും നമുക്കില്ല. അപ്പൊ നമ്മൾ ആദ്യം കുറേ ഷോർട്സിന് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് അതിന് കുറേ കോപ്പിറൈറ്റ് സ്ട്രൈക്കല്ല, കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ അത് മ്യൂസിക് മാറ്റിയാൽ മതി എന്നുള്ളതൊന്നും നമുക്കറിയില്ല. നമ്മൾ അന്നേരം ആദ്യം ഇത് YT സ്റ്റുഡിയോ അറിയില്ലായിരുന്നു. പിന്നെ സ്റ്റുഡിയോ ആക്കിയ ശേഷമാണ് ഏട്ടനോട് ആരോ നോക്കിയിട്ട് പറഞ്ഞു, ഇത് ഒരുപാട് കുറേ കോപ്പിറൈറ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ പേടിച്ചിട്ട് നമ്മൾ അത് മൊത്തം ഡിലീറ്റ് ചെയ്തുമായിരുന്നു. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് അത് നമുക്ക് അവിടെ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ എഡിറ്റിംഗ് ഒന്നും തീരെ വശമുണ്ടായില്ല. പിന്നെ എഡിറ്റ് ചെയ്ത് അങ്ങനെ സാധാരണ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത്, വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെല്ലാം സാധാ ആൻഡ്രോയിഡ് ഫോണിലാണ് കേട്ടോ. അതെ, അങ്ങനെ നമ്മള് തീരെ വോയിസിന് ക്ലാരിറ്റി കിട്ടുന്നുണ്ടായില്ല. അപ്പൊ നമ്മൾ ചെറിയൊരു പൈസ തന്നെ മൈക്കല്ലേ, അത്രേ ഉള്ളൂ അല്ലെ, ഒരുപാട് പൈസ ഒന്നുമില്ല, ചെറിയ 500 രൂപ അങ്ങനെ ഉള്ളൊരു മൈക്ക നമ്മൾ ആദ്യം വാങ്ങിയത്. അതിനും ക്ലാരിറ്റി അത്ര കിട്ടൂല. എന്ന് വെച്ചാൽ നമ്മൾ ഈ നടക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ഈ എരപ്പ് സൗണ്ട് ഉണ്ടാവലുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ അത് തന്നെയാട്ടോ ഉപയോഗിച്ചുകൊണ്ടിരുന്നു മൈക്കായിട്ട്. പിന്നെ വോയിസിന്റെ വീഡിയോസ് നമ്മൾ ഒരുപാട് ചെയ്യാറില്ലല്ലോ. അപ്പൊ നമ്മളെ ഈ ഒരു ജേർണി എങ്ങനെയാന്ന് പറയാ, അതിനെ കുറിച്ചൊരു വീഡിയോ അപ്പൊ സപ്പോർട്ട് ചെയ്ത നമ്മളെ പ്രിയപ്പെട്ട പ്രേക്ഷകരുണ്ട് ഒരുപാട്, നമ്മളെ സബ്സ്ക്രൈബർ. അപ്പൊ അവർക്കും കൂടി നമ്മളെ ജേർണിന്റെ ഒരു ഇത് അറിയണ്ടേ. അപ്പൊ അതിനു വേണ്ടിയിട്ടും കൂടിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ യൂട്യൂബ് എങ്ങനെയാന്ന് അക്കൗണ്ട് തുടങ്ങേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യുക. ഒരുപാട് ആൾക്കാർ ഇതിനെ കുറിച്ച് ഇങ്ങനെ കുറേ വീഡിയോ നമ്മൾ തന്നെ നമുക്ക് ഓരോ സംശയങ്ങൾ തോന്നുമ്പോൾ നമ്മൾ യൂട്യൂബിനകത്ത് തന്നെ സെർച്ച് ചെയ്ത് നോക്കാറുണ്ട്. പക്ഷെ എല്ലാരും ഇങ്ങനെ വലിച്ചു നീട്ടി ഇങ്ങനെ കുറേ വീഡിയോസ് ഇങ്ങനെ പറയുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറേ നേരം ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാലേ കുറച്ചെങ്കിലും എന്നാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഓട്ടോമാറ്റിക്കായിട്ട് വീഡിയോ ഇട്ടിട്ട് അത് വീഡിയോ നമ്മൾ ഓരോ ദിവസം ഓരോ വീഡിയോ ഇടുമ്പോൾ യൂട്യൂബിന്റെ ഓരോ സംഭവങ്ങൾ നമ്മൾ പഠിക്കലാണ്. അപ്പൊ നമുക്കാരും പറഞ്ഞു തന്നിട്ടൊന്നുമില്ല. അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കും എല്ലാവരും എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ ഇത് വീഡിയോ നമുക്ക് ഓരോ സംഭവങ്ങളും അറിയില്ല. അപ്പോൾ അതിന്റെ ഓരോ സെറ്റിങ്സും കാര്യങ്ങളും നമ്മൾ ഓരോ വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് കാര്യങ്ങൾ. അപ്പോൾ കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു നമുക്ക് ഓഫ് മോണിറ്റൈസേഷൻ ആയത്. അപ്പോൾ എല്ലാരും ധാരണ യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ കുറച്ച് അന്ന് പോലെ പൈസ കിട്ടുന്നൊക്കെയാണ്. ചാനൽ തുടങ്ങിയ ഒരു വീഡിയോ അങ്ങനെ 30K ആയതിനു ശേഷം ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, കേട്ടോ നിങ്ങൾക്ക് പൈസ കിട്ടാൻ തുടങ്ങിയോ. അത് യൂട്യൂബ് ചാനൽ ഉള്ളവർക്ക് അറിയാം ഇതിന്റെ സംഭവം എങ്ങനെയാന്ന്. അപ്പം നമ്മളോട് ഒരുപാട് എന്താ പറയണ്ടേ, ഒരുപാട് കാലം മുന്നേ ആൾക്കാർ ചോദിക്കുന്ന സംഭവമാണ്, വരുമാനം കിട്ടിയില്ലേ, നല്ല വ്യൂസ് ഉണ്ടല്ലോ. അല്ലെങ്കിൽ ചില ആൾക്കാരുടെയൊക്കെ ധാരണ ഒരു മില്യൺ വ്യൂസ് ഒക്കെ ഏതെങ്കിലും ഒരു വീഡിയോന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വരുമാനം കിട്ടുന്നുള്ളതൊക്കെയാണ് പലരുടെയും സംശയം.
പക്ഷെ ശരിക്കും അങ്ങനെയല്ല. നമുക്ക് ഇപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടുന്നവർക്ക് അറിയാം, ഹോപ്പ് മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് 3 മില്യൺ വ്യൂസ് ആണ്. അപ്പോൾ 3 ഷോർട്സ് ആണെങ്കിൽ 3 മില്യൺ വ്യൂസ്, അതായത് 3 മാസം കൊണ്ട് വേണം. എന്ന് വെച്ചാൽ നമുക്ക് യൂട്യൂബിനെ കുറിച്ചിട്ട് ഇപ്പോഴും ഫുള്ളായിട്ട് ഉള്ള ഗൈഡ് ലൈൻസ് ഒന്നും നമ്മൾ വായിച്ച് നോക്കലില്ല, അതുകൊണ്ട് എല്ലാ അറിവും ഇല്ല. അപ്പൊ അത്യാവശ്യം അറിയുന്നത് പോലെ അങ്ങ് മുന്നോട്ട് പോകുന്നു. മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് 3 മാസം കൊണ്ടാണ് 10 മില്യൺ വ്യൂസ് വേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ വീഡിയോസ് ആണെങ്കിൽ 4000 മണിക്കൂർ 1 വർഷം കൊണ്ട്. അപ്പൊ നമുക്ക് ഷോർട്സ് ആയിരുന്നു നമുക്കായത് അല്ലേ? അപ്പൊ ഷോർട്സ് നമ്മൾ ഏകദേശം അവിടെ എത്തുമ്പോഴത്തേക്ക് വേറൊരു പണി നമുക്ക് കിട്ടിയ ഒരു സ്ട്രൈക്ക് കിട്ടി. പക്ഷെ ഒരു കാലത്തും നിങ്ങൾ ഈ ഒരു 90 ദിവസം കൊണ്ട് 10 മില്യൺ വ്യൂസ് അങ്ങനെ പ്രതീക്ഷിക്കണ്ട. കാരണം ചിലപ്പോൾ 88 ദിവസം കൊണ്ട് 9 മില്യൺ ആയി കഴിഞ്ഞാല് 90 ആകുമ്പോഴേക്ക് ആദ്യം കുറഞ്ഞു വരും. അതിങ്ങനെ ചാഞ്ചാടി കളിക്കുവാണ്. 90 ദിവസം കൊണ്ട് 10 മില്യൺ അടുക്കുന്തോറും ബേക്കോട്ട് വരും. അപ്പൊ നമുക്ക് എന്താ പറയാ, അപ്പൊ നമ്മൾ എല്ലാ ദിവസവും രാവിലെ എണീറ്റ ഫസ്റ്റ് പരിപാടി നമ്മള് ഫോൺ എന്തായാലും നോക്കുമല്ലോ. ഫസ്റ്റ് നമ്മൾ സ്റ്റുഡിയോ കയറിയിട്ട് ഈ വ്യൂസ് നോക്കലായിരുന്നു നമ്മളെ ഏറ്റവും ഫസ്റ്റ്. അന്നും അതെ, ഇപ്പോഴും അത് തന്നെയാ ചെയ്യാറ്. ആൾക്കാരെല്ലാം അങ്ങനെയാണ് പൊതുവെ ചെയ്യുന്നത്. അപ്പോ ആയോ മോണിറ്റൈസേഷൻ ആവാനായോ എന്നുള്ളതായിരുന്നു. അപ്പോൾ അങ്ങനെ ഏകദേശം മോണിറ്റൈസ് ആവാനെത്തുമ്പോഴാണ് ഒരു സ്ട്രൈക്ക് കിട്ടിയത്. അപ്പോൾ സ്ട്രൈക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഏട്ടൻ്റെ ബർത്ത്ഡേക്ക് ഏട്ടൻ മോക്കുമ്മോ എടുക്കുന്ന ഒരു ഫോട്ടോ തംബ്നെയിലായിട്ട് വെച്ചു. അപ്പോൾ അതോടുകൂടി നമുക്ക് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനിൻ്റെ സ്ട്രൈക്ക് കിട്ടി. അതായത് കുട്ടികളുടെ നമ്മൾ എന്താ പറയുക അബ്യൂസ് ചെയ്തു എന്നുള്ള രീതിയിൽ ഉള്ള ഒരു സ്ട്രൈക്ക് കിട്ടി. അപ്പോൾ 10 ദിവസത്തോടെ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിട്ടില്ല. പക്ഷെ ആ സ്ട്രൈക്ക് 3 മാസം വരെ ഉണ്ടായി. അങ്ങനെ നമുക്ക് മോണിറ്റൈസ് ആവാൻ വേണ്ടിയിട്ട് വ്യൂസ് ഉണ്ടെങ്കിലും അത്രയും ആ കാലാവധി കഴിയുന്നവരെ നമുക്ക് വെയിറ്റ് പിന്നെയും വെയിറ്റ് ചെയ്യേണ്ടി വന്ന്. അപ്പൊ അങ്ങനെയായി. പിന്നെ നമ്മൾ അവിടെ എത്തി. പിന്നെ അതിനുശേഷം പിന്നെ നമുക്ക് $100 ആയാലേ പേയ്മെന്റ് കിട്ടുള്ളൂ. അല്ല, അതിനുശേഷം മോണിറ്റൈസേഷൻ ആയി. മോണിറ്റൈസേഷൻ ആയി ഇപ്പൊ ഒരു 5 മാസമായി അല്ലേ? 5 മാസമായി നമുക്ക് മോണിറ്റൈസേഷൻ ആയിട്ട് കേട്ടോ. അപ്പൊ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞാൽ ഒരു $10 ആയി കഴിഞ്ഞാലാണ് നമുക്കൊരു പിൻ ലെറ്റർ വരിക. ഗൂഗിൾ ആഡ്സെൻസ് എന്നൊരു പിൻ ലെറ്റർ. അപ്പോൾ അതാണ് നമുക്ക് മെയിൻ ആയിട്ട് നിങ്ങളോട് പറയാനില്ലേ. അപ്പോൾ $10 ആയി കഴിഞ്ഞാൽ ആഡ്സെൻസ് പിൻ ലെറ്റർ വരും. എല്ലാവർക്കും തപാൽ വഴിയാ വരിക. പക്ഷെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് നമുക്ക് അങ്ങനെ ഒരു ലെറ്റർ വന്നിട്ടില്ല. അപ്പൊ നമുക്ക് $10, $20, $25 നമുക്ക് ആഡ്സെൻസ് അങ്ങനത്തെ ലെറ്റർ വന്നിട്ടില്ല. അപ്പൊ നമുക്ക് നമ്മളിവിടുത്തെ പോസ്റ്റ് ഓഫീസിലെല്ലാം അവരോട് പറഞ്ഞ് ഇങ്ങനെ ഒരു പിന്ന് വരും. അപ്പൊ നമ്മള് വീട്ടിലില്ലെങ്കിലും നമ്മളെ വിളിക്കണേ, ചോദിക്കണേ, പറയണേ, ഇങ്ങോട്ട് വരുന്നുണ്ടോ അന്വേഷിക്കലുണ്ട്. അപ്പൊ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വീട്ടിൽ കയറി വന്നാൽ അപ്പൊ നമ്മൾ ബാക്കിലൊക്കെ ആണെങ്കിൽ ഓടി വരും, ഇതാണോ നോക്കാൻ വേണ്ടിട്ട്. അപ്പൊ നമുക്ക് ഇത്രയും $10 അല്ല $20 ഒക്കെ കഴിഞ്ഞ് കുറെ കഴിഞ്ഞിട്ടും 1 മാസമൊക്കെ കഴിഞ്ഞു. നമ്മള് വെയിറ്റ് ചെയ്തു 10-20 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്ത് വരുന്നില്ല. അപ്പൊ പിന്നെ നമുക്കിത് എന്ത് ചെയ്യണം എന്നുള്ളത് അറിയില്ല. അപ്പൊ നമ്മൾ കുറെ ഇങ്ങനെ ടെക് വീഡിയോസ് ചെയ്യുന്ന കുറെ ആൾക്കാരെ നമ്മൾ കോണ്ടാക്ട് ചെയ്തു. കുറെ ആളെ വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പൊ ഒരാളെ കിട്ടിയല്ലേ? അപ്പൊ അവര് പറഞ്ഞെന്ന് വെച്ചാല് നിങ്ങൾക്ക് അഡ്രസ് വെരിഫിക്കേഷൻ ചെയ്തില്ലേന്ന് പറഞ്ഞു. അപ്പോഴാണ് നമുക്ക് അറിയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. അപ്പൊ പിന്നെ അവര് പറഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ നിങ്ങൾക്ക് സ്റ്റുഡിയോനകത്ത് അവരോട് ചാറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ അവരോടൊന്ന് ചാറ്റ് ചെയ്ത് ചോദിച്ചു നോക്കുന്നു പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് ക്രോം വഴി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ യൂട്യൂബിന്റെ അവരോട് ചാറ്റ് ചെയ്ത്. അപ്പൊ അവര് പറഞ്ഞ് അതായത് ഇതൊന്നും പ്രശ്നമില്ല, അപ്പൊ നിങ്ങൾക്ക് ഇനി ആകെ ചെയ്യാനുള്ളത് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്താൽ മതി, നിങ്ങൾക്ക് വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ പിന്നൊന്നും വരൂല, അപ്പോൾ വേറെ ഒന്നുമില്ല, ഇതുവരെ അക്കൗണ്ട് ഒക്കെ ഓക്കെ ആന്ന് പറഞ്ഞു. കുറേ പേര് പിന്നെയും വീഡിയോസ് ഇട്ടിട്ട് കണ്ടായിരുന്നു, ഇങ്ങനെ പിൻ ലെറ്റർ കിട്ടി, ഇങ്ങനെ വന്നു എന്നൊക്കെ പറഞ്ഞു. നമുക്ക് ആ സമയത്ത് അപ്പൊ അവർക്ക് വരുന്നുണ്ടല്ലോ, നമുക്ക് എന്താ വരാത്തതെന്നുള്ള ഒരു കൺഫ്യൂഷൻ അന്നേരം ഉണ്ട്. അപ്പൊ പിന്നെയും വീണ്ടും അവരോട് ചോദിച്ചു നമ്മൾ എന്തെങ്കിലും ചെയ്യാനുണ്ടോ. അതായത് നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ അവരോട് ചാറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പൊ അവർ നമ്മൾ ചോദിക്കാനുള്ള റിപ്ലൈ അവർ അന്നേരം തരും. അങ്ങനെ കുറെ ചോദിച്ചു. അപ്പൊ പിന്നെ പറഞ്ഞു ഇല്ല, പ്രത്യേകിച്ച് വേറെ ഇഷ്യൂസ് ഒന്നും കാണുന്നില്ല, അഡ്രസ് വെരിഫിക്കേഷൻ ഒന്നും പ്രത്യേകിച്ച് ഇനി ചെയ്യാൻ വേറെ ഇല്ല. അതായത് നമുക്ക് ആഡ്സെൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നേരിട്ട് അന്നേരം കുറച്ച് ചെയ്യാനുണ്ടാവും. അപ്പൊ ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്തു. പിന്നെ ആഡ്സെൻസ് അക്കൗണ്ട് അതൊക്കെ നമുക്ക് അന്നേരം ആയി വരുമ്പോൾ ചെയ്തു കൊടുക്കാനേ ഉള്ളൂ. മെയിൽ വന്നിട്ട് അതിൽ ചെയ്യേണ്ടതേ ഉള്ളൂ. അത് ഏതൊരാൾക്കും നോക്കിയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ ബാങ്കിന്റെ സ്വിസ് കോഡ് അല്ലേ, ആ സ്വിസ് കോഡ് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ നമുക്ക് ബാങ്കിൽ പോയിട്ട്
കൊടുത്താൽ മതി. നമ്മൾ ശരിക്കും ബാങ്കിൽ പോയിട്ടില്ല, ബാങ്കിൽ വർക്ക് ചെയ്യുന്ന സുഹൃത്തുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു കോഡായിരിക്കും ഓരോ ബാങ്കിനും അല്ലേ? മൊത്തത്തിൽ ഒരു കോഡേ ഉള്ളൂ. അപ്പൊ നമ്മൾ പിന്നെ ബാങ്കിലൊന്നും പോയിട്ടില്ല. അതായത് അങ്ങനെ ആവശ്യം വന്ന ദിവസം 1-2 ദിവസം ബാങ്ക് ലീവായിരുന്നു അല്ലേ? അപ്പൊ നമുക്ക് അത് വീണ്ടും 2 ദിവസം വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ അവരെ കോൺടാക്ട് ചെയ്തിട്ട് അങ്ങനെ ആ കോഡ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് അങ്ങനെ നമ്മൾ ബാങ്ക് ഇതൊക്കെ കൊടുത്തു. അതും ഓക്കെ ആയോ എന്ന് അവരോട് നേരിട്ട് ചോദിച്ചു ഓക്കെ ആണോന്ന്. അപ്പൊ ഇത് അവര് പിന്നെ ഓക്കെ ആണ് അല്ലാന്നൊന്നും പറയില്ലല്ലോ. ഓക്കെ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്, ഇത്ര ചെയ്താൽ മതി അങ്ങനെ പറഞ്ഞു തരുള്ളൂ. എന്നിട്ടും പിന്നെ നമുക്ക് പിന്നെയും ടെൻഷനാണ്, നമ്മൾ ആഡ് ചെയ്ത ബാങ്ക് അക്കൗണ്ട് ഒക്കെ ശരിയായിരിക്കും അല്ലെ, ഇതിൽ ഇനി എന്തെങ്കിലും തെറ്റുണ്ടോ? അപ്പൊ നമുക്ക് ഈ ആഡ്സൻസിന് $10 കഴിഞ്ഞാലേ നമുക്ക് പിൻ ലെറ്റർ വരുന്നേ. അപ്പൊ നമ്മുടെ അക്കൗണ്ടിൽ പൈസ വരുന്ന ഈ $100 ആണോ? ആഡ്സൻസിന്റെ അക്കൗണ്ടിൽ $100 ആയി കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ അക്കൗണ്ടിലേക്ക് ആ പൈസ വരും. $100 അതിപ്പോ ഒരു മാസത്തില് $100 ആണെന്ന് തോന്നുന്നു. ഒരു മാസമായാലോ 2 മാസമായാലോ $100 ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പൈസ കിട്ടൂ. അത് മാസം അങ്ങനെയൊന്നുമില്ല. $100 ആയി കഴിഞ്ഞാൽ അടുത്ത മാസത്തെ പേയ്മെന്റ് എപ്പാണ് ഡേറ്റ് ആണോ ആ കറക്റ്റ് ഡേറ്റ് ആണ് അക്കൗണ്ടിലേക്ക് വരുന്ന പൈസ. നമുക്ക് ആ പൈസ വരുന്നവരെ ടെൻഷൻ തന്നെയാണ്. അങ്ങനെ $100 കഴിഞ്ഞ് അപ്പൊ കഴിഞ്ഞ ഒരു ആഴ്ച മുന്നേ നമുക്ക് അയച്ചു എന്ന് പറഞ്ഞിട്ട് അത് പേയ്മെന്റ് സെൻഡ് എന്ന് വന്നു. അപ്പൊ ഒരു 21 ആ ഡേറ്റിനൊക്കെയാണ് അവർ സെൻഡ് ചെയ്യുക. 5 ദിവസത്തിനുള്ളിൽ വന്നിട്ടില്ല, ബാങ്കിൽ പോയിട്ട് അന്വേഷിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ 5 ദിവസം കഴിഞ്ഞ് പൈസ ഇല്ല. നമ്മൾ ബാങ്കിൽ പോയി അന്വേഷിക്കും പറഞ്ഞ് ഞാൻ പറഞ്ഞു ഇങ്ങനെ നമുക്കിങ്ങനെ ഒരു പൈസ വന്നിട്ടുണ്ട്, അത് നമ്മളെ അക്കൗണ്ട് കാണുന്നില്ല, നമ്മൾ ബാലൻസ് എൻക്വയറി നോക്കിയിട്ടും കാണുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മാനേജർ ചോദിച്ചു എവിടുന്ന പൈസ വന്നതെന്ന്. ഞാൻ അമേരിക്കയെന്ന്. മാനേജർ ഞെട്ടിപ്പോയി. ഞാൻ ചോദിച്ചു വേറെന്തോ ഞാൻ വലിയ വല്ല ഇതൊക്കെ ടൈപ്പോയാന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ പറഞ്ഞു യൂട്യൂബിൽ നിന്നാ സാറേ അങ്ങനെ ഒരു വരുമാനമുണ്ട് വന്നിട്ട്, അപ്പോൾ അമേരിക്കയിൽ നിന്നാണ് വരുന്നത്, വയർലെസ് ട്രാൻസ്ഫറാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കങ്ങനെ പെട്ടെന്നൊന്നും കാണിക്കൂല അതിൻ്റെ അകത്ത്. അപ്പോൾ മാനേജർ പറഞ്ഞു 2 ദിവസം കൂടി വെയിറ്റ് ചെയ്ത് നമുക്ക് നോക്കാമെന്ന്. അപ്പോൾ 2 ദിവസം വെയിറ്റ് ചെയ്ത് 3-ാമത്തെ ദിവസം അക്കൗണ്ടിൽ കയറി പൈസ. അപ്പോൾ ആ സന്തോഷ വാർത്ത കൂടി നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ നമ്മൾ വീഡിയോ. നമ്മൾ ആദ്യം മുതൽ തുടക്കം മുതൽ ഈ സമയം പൈസ കിട്ടുന്നത് വരെയുള്ള ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഓണത്തിന്റെ സമയം ആയതുകൊണ്ട് വലിയ ചെലവാണ് അല്ലേ? അപ്പൊ നമുക്ക് ഓണം ആഘോഷിക്കാനുള്ള വക അമേരിക്കയിൽ നിന്ന് യൂട്യൂബ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, നമ്മൾ ഇതെല്ലാം പ്ലാൻ ചെയ്തതിന് കേട്ടോ. ഫസ്റ്റ് വരുമാനം വേറൊരു സംഭവം നമ്മൾ പ്ലാൻ ചെയ്തതിന്, അത് എല്ലാവർക്കും വേണ്ടിയിട്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും, നമ്മൾ കാണുന്ന നമ്മളെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അല്ലേ, എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പരിപാടി ആസൂത്രണം ചെയ്തതിനു. അപ്പോൾ ഈ ഓണത്തിൻ്റെ സമയമായതുകൊണ്ട് നമ്മളെ പൈസ അല്ലേ നമ്മളിത് ചെലവായിപ്പോയി. അപ്പോൾ അടുത്ത എന്തായാലും അപ്പോൾ എന്തായാലും നമ്മൾ ഏകദേശം 1 lakhന്റെ അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട്. അപ്പൊ 1 lakh ആവുമ്പോ നമുക്ക് പറ്റുന്ന പോലെ ആഘോഷിക്കാം. നമുക്ക് വലിയ രീതിയിലൊന്നും പറ്റൂല, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമുക്ക് ചെയ്യാം. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ വീഡിയോ ഒക്കെ കാണുന്ന ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരില്ലെങ്കിൽ നമ്മൾ എന്ത് വീഡിയോ ചെയ്തിട്ട് ഒരു കാര്യമില്ല. പിന്നെ വേറെ ചില ആൾക്കാർ കാണാം പൈസ ഇങ്ങനെ പിടിച്ചിട്ട് ഞങ്ങളുടെ യൂട്യൂബ് വരുമാനം വന്നു എന്ന് പറഞ്ഞിട്ട് വലിയ തമ്പനയിലും കൊടുത്തിട്ട് വീഡിയോ ഇടും. അവിടെ ലാസ്റ്റ് പറയും നമുക്ക് ₹1 വന്നില്ല. അങ്ങനത്തെ കുറെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടാ. അപ്പൊ അതുപോലെയല്ല എന്തായാലും. അപ്പം പറയാനുള്ളത് $100 ആണ് മിനിമം പേയ്മെന്റ്. അതുകൊണ്ട് മാത്രമാണ് അതാണ് നമുക്ക് കിട്ടുക. അതിൽ കൂടുതലായിട്ടുണ്ടെങ്കിൽ ആ മാസത്തെ പേയ്മെന്റിൽ അത് ഇൻക്ലൂഡ് ചെയ്ത് തരുമായിരിക്കും. അപ്പൊ നമുക്ക് ഏറ്റവും മിനിമം നമ്മൾ ഈ 100 ആവാൻ വേണ്ടി കാത്തിരുന്ന് അങ്ങനെ 100 ആയി. അങ്ങനെ നമുക്ക് പൈസ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു പ്രാവശ്യമെങ്കിലും വാങ്ങണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് ആൾക്കാർ ഒരുപാട് എന്നാ പറയണ്ടേ കിട്ടാൻ തുടങ്ങി, എത്ര കിട്ടുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചോദിക്കുക. അപ്പൊ നമുക്ക് സത്യാവസ്ഥ നമുക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഒരു പ്രാവശ്യമെങ്കിലും വാങ്ങണം എന്നുണ്ടായിരുന്നു. അപ്പൊ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ പറയണ്ടേ, അപ്പൊ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ടോട് കൂടിയാണ് നമുക്ക് കിട്ടിയത്. എല്ലാവരോടും നമുക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത താങ്ക്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കും ഒന്നും പറ്റൂല. നമ്മൾ വെറുതെ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല, ഇത് കാണാനും ലൈക്ക് ചെയ്യാനായാലും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊക്കെ ആൾക്കാരുണ്ടാവണം. എന്നാലല്ലേ നമുക്കും എന്താ പറയണ്ടേ അല്ലേ? അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമുക്ക് ഇവിടെ വരെയെങ്കിലും എത്താൻ പറ്റിയത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് യൂട്യൂബ് തുടങ്ങുന്ന സമയത്ത് സബ്സ്ക്രൈബേഴ്സ് ഒന്നും വളരെ അത്രയല്ലേ, നമുക്ക് ആദ്യമായിട്ട് 1, 2, 3 അപ്പോൾ 5 വരുമ്പോ 7 വരുമ്പോ നമ്മള് കൊറേ സ്ഥലത്ത് പുതിയതായിട്ട് കാണുന്നവരെ ഫോൺ
അപ്പോൾ ആദ്യമായിട്ട് അമ്മേൻ്റെ ഒരു വീഡിയോ കേട്ടോ, അത് പറയാതിരിക്കാൻ പറ്റൂല. അപ്പോൾ ആദ്യമായിട്ട് അമ്മേൻ്റെ ഒരു വീഡിയോ കുറച്ച് വൈറലായി എന്നല്ല, എന്നാലും ഒരു 3-4 മില്യൺ പോയപ്പോഴാണ് നമുക്ക് ഒരു 1500 സബ്സ്ക്രൈബേഴ്സ് ആദ്യമായിട്ട് നമുക്ക് നമ്മളെ അക്കൗണ്ടിലേക്ക് വന്നത്. അപ്പോൾ അവിടെ നിന്ന് മുതലാണ് നമ്മളെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയാൻ പറ്റും അല്ലേ. അപ്പം അങ്ങനെയാണ് നമുക്ക് ഇതിനോടൊരു എന്താ പറയുക താല്പര്യം കൂടാനും, അപ്പൊ ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്തായാലും നമ്മൾ ചെയ്യുന്നതിനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായി. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത്. അപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പൊ ഇനിയും ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടതും അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തത് എന്തായാലും ഒന്ന് കമന്റ് ചെയ്യുക. ഇപ്പൊ നമുക്ക് ഒരാൾക്ക് എല്ലാരും ഇഷ്ടപ്പെട്ടിട്ട് നമുക്കൊരു വീഡിയോ ഇടാൻ ഒരിക്കലാവൂല. അപ്പൊ നമ്മളിടുന്ന വീഡിയോ ചിലയാൾക്ക് ഇഷ്ടപ്പെടൂല, ചിലയാൾക്ക് ഇഷ്ടപ്പെടും. അപ്പൊ അങ്ങനെയല്ല. അപ്പൊ എല്ലാരും ക്ഷമിക്കുക. നമ്മുടെ അടുത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ അല്ലെ, നമ്മളെ വീഡിയോയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ, നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പൊ എന്തായാലും എല്ലാരും ക്ഷമിക്കുക. എന്തായാലും ഓരോ വീഡിയോസിലും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് അറിയിക്കുക. എന്നുവെച്ചാൽ ഒരുപാടൊക്കെ കമന്റ് ചെയ്യാൻ ഭയങ്കര മടി. എല്ലാവരും പേഴ്സണൽ ആയിട്ട് എനിക്ക് നേരിട്ടിട്ട് മെസ്സേജ് അയക്കും. ഒരുപാട് ആൾക്കാര് എൻ്റെ വീഡിയോയുടെ ലിങ്ക് തന്നെ എനിക്ക് അയച്ചിട്ട് അപ്പൊ അതിന്റെ കമന്റ് അവിടെ കൊടുക്കാനുള്ളത് എനിക്ക് നേരിട്ടിട്ട് പറയും. ഈ വീഡിയോ ഇങ്ങനെയായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ. അപ്പൊ അങ്ങനെ പറയാതെ നേരിട്ട് അവിടെ കമന്റ് ആയിട്ട് തന്നെ ഒന്ന് കമന്റ് ചെയ്യായിരുന്നെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വായിക്കുമ്പോൾ കുറേയും കൂടി അത് നല്ലതല്ലേ. അപ്പോൾ മറ്റുള്ളവരും വായിക്കും. കുറേ ആൾക്കാർ, ഞാനൊക്കെ വീഡിയോ കാണുന്ന തന്നെ കുറച്ച് വീഡിയോ നോക്കും, ഞാൻ വേഗം പോയി നോക്കുന്നത് കമന്റ് സെക്ഷനിലാണ് എന്താ പറയുന്നത് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയാണല്ലോ അത്യാവശ്യം എല്ലാവരും അങ്ങനെയാന്ന് തോന്നുന്നു. അപ്പം എല്ലാവരും ഒന്ന് കമന്റ് ചെയ്തിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക. ഒരുപാട് താങ്ക്സ് ഉണ്ട്, യൂട്യൂബിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതെ. അപ്പം നമ്മളെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതുമായ എല്ലാവർക്കും, നമ്മളെ സഹിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പൊ നമ്മള് ഫസ്റ്റ് വരുമാനം കിട്ടിയിട്ട് ഒന്നും വാങ്ങിയില്ല എന്ന് പറയുന്നില്ല കേട്ടാ. അപ്പൊ നമ്മളൊരു നല്ലൊരു മൈക്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടാ. നല്ലതെന്ന് പറയാൻ പറ്റൂല, ഒരു മൈക്ക് നമ്മളെ സ്റ്റാൻഡേർഡിനനുസരിച്ചിട്ട്. മൈക്ക് വലിയ പൈസ എന്തെങ്കിലും ഉണ്ട്, 10,000 ഉണ്ട്, 15,000 ഉണ്ട് അല്ലേ. അപ്പൊ നമ്മൾ സ്റ്റാൻഡേർഡിനനുസരിച്ചിട്ട് ഒരു മൈക്ക് വാങ്ങിയിട്ട് കേട്ടോ. മറ്റേ നമ്മൾ ആദ്യം മേടിച്ച മൈക്ക് 300 രൂപേന്റെ മൈക്കാണ്, ചെറിയ. നമ്മളെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നമ്മൾ ഒരു കറകറ സൗണ്ട്, നമ്മൾ നടക്കുമ്പോൾ ഒരു കറകറ സൗണ്ട് വെക്കും. അപ്പൊ ഇതിന് അങ്ങനെ ഇല്ല. നമ്മളൊരിക്കൽ ടെസ്റ്റ് ചെയ്ത്, അപ്പൊ എന്തായാലും മൈക്കിന്റെ ഇതിന് വലിയ അത്ര ഒരുപാട് വിലയൊന്നും ആയിട്ടില്ല. വില വെച്ചാൽ ചെറിയ വിലയാണ് കേട്ടോ. 1670 റുപ്യാണ് ഇതിന്റെ വില. അപ്പൊ 2 കൊടുക്കാനുള്ള പൈസ, അപ്പൊ 2 3000 സംതിങ് ഉണ്ട്. അപ്പൊ നമ്മൾ ഒന്നേ വാങ്ങിയില്ലോ. അപ്പൊ ഒരു മൈക്ക് മതി. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി സംസാരിക്കല. അപ്പൊ ഇതിന് അങ്ങനെ കറകറ വച്ച നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ സാധാരണ വീഡിയോ ബ്ലോഗെല്ലാം ചെയ്യുന്നവർക്കെല്ലാം വളരെ നല്ല ഒരു മൈക്കാണ്. അപ്പോൾ എന്തായാലും സാധാരണ എന്താ പറയണ്ടേ, നമ്മൾ കുറച്ച് ലോ ബഡ്ജറ്റിൽ ചിന്തിക്കുന്നവർക്കെല്ലാം നല്ലൊരു മൈക്കാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് നമ്മൾ സ്ക്രീനിൽ ടാഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാർ കയറി നോക്കുക. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.